ഹലോ എവരിവൺ, PK ലേണിംഗ്സിന്റെ ഒരു വെബിനാറിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഡയറി ഫോം ഇൻസ്ട്രക്ടറുടെ വെബിനാർ ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഡയറി സയൻസിലെ ഷുവർ ഷോർട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും വോയിസ് ഓഡിബിൾ ആണോ? സ്ലൈഡ്സ് വിസിബിൾ ആണോ? ജോയിൻ ആയവരൊന്ന് കമന്റ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പോ നമ്മുടെ ഡയറി ഫോം ഇൻസ്ട്രക്ടറിലെ സ്പെഷ്യൽ ടോപ്പിക് ആണ് ഡയറി സയൻസ് അല്ലെ. ഡയറി സയൻസില് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സീരീസ് ആയിട്ട് നമ്മൾ യൂട്യൂബ് ലൈവ് ചെയ്തിരുന്നു. 2 യൂട്യൂബ് ലൈവ് നമ്മൾ ചെയ്തായിരുന്നു. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ 2 യൂട്യൂബ് ലൈവുകൾ നമ്മൾ ചെയ്തിരുന്നു. അത് അടുത്ത യൂട്യൂബ് ലൈവ് ജൂലൈ 1 നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് PYQ സെഷൻസിന്റെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനാലിസിസ് ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ, കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കുകൾ, അതായത് കുറച്ച് ഷുവർ ഷോർട്ട് റാങ്ക് ബൂസ്റ്റർ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ടെന്ന്. അതായത് ആ ടോപ്പിക്കുകൾ നിർബന്ധമായും നിങ്ങൾ എക്സാമിന് പഠിക്കേണ്ടതാണ്. ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഒരു കാര്യവും നമുക്ക് ഒമിറ്റ് ചെയ്യേണ്ടതായിട്ടില്ല അല്ലെ, കംപ്ലീറ്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. പക്ഷെ എന്നാലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ്, അതായത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്, നിങ്ങൾ ഓരോ PYQ സെഷൻസ് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ അത് കാണുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനാലിസിസ് നടത്തുമ്പോഴും നമ്മൾ നോട്ട് ചെയ്യുന്ന പോയിന്റുകൾ ഏതാണ്? ഈ ടോപ്പിക്കുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഊന്നൽ കൊടുത്തുകൊണ്ട് പഠിക്കുക അല്ലെ. അതിന്റെ ഓരോ ഓപ്ഷനുകൾക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഓരോ ഓപ്ഷനും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അനാലിസിസിൽ നിന്ന് നമുക്ക് മനസ്സിലായ കുറച്ച് ടോപ്പിക്കുകളാണ്. ഓക്കെ, അപ്പൊ 2 ഭാഗങ്ങളായിട്ടായിരിക്കും ഈ ഒരു ഷുവർ ഷോർട്ട് ടോപ്പിക്സ് വെബിനാർ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഷുവർ ഷോർട്ട് ടോപ്പിക്സ് ക്ലാസ്സിൽ നമ്മൾ ഒരു 10 ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇതുപോലെയുള്ള ബാക്കിയുള്ള ടോപ്പിക്സ് നമ്മൾ അടുത്ത വെബിനാറിനായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡയറി സയൻസ് നിങ്ങൾക്ക് 20 ഔട്ട് ഓഫ് 20 സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു സെഷൻ തന്നെയായിരിക്കും. എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡയറി. ഇനി നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ, വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കരുത്. പഠിച്ചു തുടങ്ങുന്നവരുണ്ട് അല്ലെ, കോഴ്സിനൊക്കെ ജോയിൻ ചെയ്തും അല്ല സെൽഫ് സ്റ്റഡി ആയിട്ടും ഒക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തവരുണ്ട്. അപ്പൊ അവരുടെ പ്ലസ് പോയിന്റ് എന്ന് പറയുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അവർ ഒരുവിധം കവർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ജസ്റ്റ് റിവിഷൻ, MCQ പ്രാക്ടീസ്, മോക്ക് എക്സാമുകളൊക്കെ വളരെ റിലാക്സ്ഡ് ആയിട്ട് എഴുതാനുള്ള സമയം ഉണ്ടാവും. നോട്ടിഫിക്കേഷൻ വരട്ടെ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുന്നവരുടെ ഡിസഡ്വാൻറ്റേജ്, അപ്പോ ഹറിബറിയിൽ ഈ വാസ്റ്റ് സിലബസ് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. വളരെ വാസ്റ്റ് ആയിട്ടാണ് സിലബസ്. അതും സിലബസിൽ എന്ത് പഠിക്കണം എന്ന് പഠിക്കേണ്ട എന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡയറി സയൻസിൽ നിന്ന് തന്നെ ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് ഓരോ മോഡ്യൂളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് സിലബസിലുണ്ട്. അപ്പൊ സിലബസ് വളരെ വ്യക്തമായിട്ടാണ് നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നത്. നമ്മുടെ PK ലേണിംഗ്സും വൈറ്റ് റെവല്യൂഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുകയാണ്. വളരെ സ്ലോ പേസിൽ നമ്മൾ ക്ലാസ്സസ് ആരംഭിച്ചു, എക്സാമുകൾ എഴുതി എല്ലാവരും സെറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും വെച്ച് താമസിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റഡീസ് ആരംഭിക്കുക. ഓക്കെ, വളരെ നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് +2 സയൻസ് കഴിഞ്ഞവർക്ക് അല്ലെ. ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ വളരെ ഒരിക്കലും മിസ് ചെയ്യരുതാത്ത ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഡയറി സയൻസിലെ ഷുവർ ഷോർട്ട് ടോപ്പിക്കുകൾ നോക്കാം. അപ്പൊ ഷുവർ ഷോർട്ട് ടോപ്പിക്കുകളായിട്ട് പറയുന്നത് കുറച്ച് ഡെഫിനിഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഡെഫിനിഷൻസ്, ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ ചോദിക്കും. അപ്പൊ അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു കണ്ട ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇന്ന്. ഇതുകൂടാതെ പാസ്ചറൈസേഷനെ പറ്റി, അടുത്തത് ഓപ്പറേഷൻ ഫ്ലഡ്, നാഷണൽ മിൽക്ക് ഡേ, KCMMF, ലാക്ടോമീറ്റർ ആൻഡ് ഹൈഡ്രോമീറ്റർ, NDDB, NDRI, ഡ്രൈ പീരീഡ്, ലാക്ടേഷൻ പീരീഡ്, ഈസ്ട്രസ് പീരീഡ്, വേൾഡ് മിൽക്ക് ഡേ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ടോപ്പിക്കുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ടോപ്പിക്കുകൾ സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്നതാണ്. അപ്പൊ ഷുവർ ഷോർട്ട് ടോപ്പിക്സ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. റെഡി അല്ലേ? വോയിസ് ഒക്കെ ഓഡിബിൾ ആണല്ലോ അല്ലെ. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഡെഫിനിഷൻസിൽ നമുക്ക് ചെയ്യാനുള്ളത് ഏതൊക്കെ ഡെഫിനിഷൻസാ പഠിക്കാനുള്ളത് നോക്കാം. ഡെഫിനിഷൻസിൽ ഒന്ന് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് മിൽക്ക്, ക്ലാരിഫിക്കേഷൻ ഓഫ് മിൽക്ക്, ഫോർട്ടിഫിക്കേഷൻ ഓഫ് മിൽക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു 10 ടോപ്പിക്കുകൾ പറഞ്ഞു അല്ലെ. അപ്പൊ 10 ടോപ്പിക്കിൽ ഏറ്റവും ആദ്യത്തത് എന്താണ്? യെസ്, ഇത് കുറച്ച് ഡെഫിനിഷനുകളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്കുള്ളത്. അപ്പൊ എന്തൊക്കെ ഡെഫിനിഷൻ ആണെന്ന് നോക്കാം. അപ്പൊ അതിൽ നമുക്ക് പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഒന്ന് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് മിൽക്ക്, ക്ലാരിഫിക്കേഷൻ ഓഫ് മിൽക്ക്, ഫോർട്ടിഫിക്കേഷൻ ഓഫ് മിൽക്ക്, ഹോമോജനൈസേഷൻ ഓഫ് മിൽക്ക്, സ്റ്റെറിലൈസ്ഡ് മിൽക്ക്, sanitization of milk, bacterifugation of milk,
പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക്, കൊയാഗുലേഷൻ ഓഫ് മിൽക്ക്, ഫെർമെന്റേഷൻ ഓഫ് മിൽക്ക്. ഓക്കെ, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ്. അപ്പൊ ഈ ഡെഫിനിഷൻസിൽ നിന്നെല്ലാം സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ക്വസ്റ്റ്യൻ കണ്ടുവരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ഡെഫിനിഷൻ ആയിട്ട് നോക്കാം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് സിലബസ് കവർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ പഠിക്കുന്ന ഡെഫിനിഷൻ തന്നെയാണ്. എന്നാലും നമുക്ക് ഷുവർ ടോപ്പിക് ആയിട്ട് എടുത്തത് കൊണ്ട് തന്നെ നമുക്കത് ഈ ഡെഫിനിഷനുകൾ പഠിച്ചിരുന്നാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് 1 മാർക്ക് എന്തായാലും എക്സാമിന് ചോദിക്കും. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ ഡെഫിനിഷനുകൾ. അപ്പൊ എന്താണ് ഈ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് സ്റ്റാൻഡർഡൈസ് ചെയ്യുക, അതായത് ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റാൻഡേർഡ് ലെവലിലോട്ട് ആക്കുക. ഓക്കെ, അതായത് ഈ ഫാറ്റിന്റെ ലെവൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ സോളിഡ് നോൺ ഫാറ്റ്, SNF എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ? നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഇൻട്രൊഡക്ഷൻ വെബിനാറിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ബേസിക് ടെർമിനോളജീസ് ഒക്കെ പഠിച്ചിരുന്നു. ജോയിൻ ചെയ്തവർക്കും ആ ക്ലാസ് കണ്ടവർക്കും അറിയാം. ഓക്കെ, അപ്പൊ അതില് നമ്മൾ ബേസിക് ആയിട്ടുള്ള SNF എന്ന് പറഞ്ഞിരുന്നു അല്ലെ? SNF എന്ന് പറഞ്ഞാൽ എന്താ? ഫാറ്റും ഉണ്ട്, SNF ദാറ്റ് ഈസ് സോളിഡ് നോൺ ഫാറ്റും ഉണ്ട്. SNF എന്ന് പറഞ്ഞാല് സോളിഡ് നോൺ ഫാറ്റ് ആണ്. ഓക്കെ, അപ്പൊ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡർഡൈസ് അഡ്ജസ്റ്റ് ചെയ്യുക, അതായത് ഒന്നുകിലും കൂട്ടുന്നു അല്ലെങ്കിൽ കുറയ്ക്കുന്നു ഈ ഫാറ്റിന്റെയും SNFന്റെയും ഒക്കെ പെർസെന്റേജ്, എന്നിട്ട് ഒരു ഡിസേർഡ് വാല്യൂലോട്ട് ആക്കുന്നു. ഓക്കെ, അപ്പൊ അതിനെയാണ് സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഒരു സ്റ്റാൻഡേർഡ് വാല്യൂവിന്റെ അടുത്തോട്ട് കൊണ്ടുവരുന്നതിനെയാണ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് മിൽക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാൻഡർഡൈസേഷൻ മീൻസ് ഇറ്റ് ഇസ് എൻ അഡ്ജസ്റ്റ്മെന്റ് എയ്തർ ബൈ റേസിംഗ് ഓർ ലോവറിംഗ്. അത് ഫാറ്റ് ആകാം, സോളിഡ് നോൺ ഫാറ്റ് ആകാം, പെർസെന്റേജ് ഓഫ് മിൽക്ക്, അതിനൊരു ഡിസേർഡ് വാല്യൂയിൽ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂയിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ക്ലാരിഫിക്കേഷൻ ഓഫ് മിൽക്ക്. എന്താണ് ക്ലാരിഫിക്കേഷൻ? അപ്പൊ സ്റ്റാൻഡർഡൈസേഷൻ മനസ്സിലാക്കി അല്ലെ? ഒരു സ്റ്റാൻഡേർഡ് ലെവലിലോട്ട് കൊണ്ടുവരുന്നു ആ ഫാറ്റിനെയും SNFന്റെ വാല്യൂവിനെയും ഒക്കെ. അടുത്ത ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു മെക്കാനിക്കൽ പ്രോസസ് ആണ്. അത് ഡയറി ഇൻഡസ്ട്രിയിൽ ഈ ഒരു സ്റ്റെപ്പ് എന്തിനാ ഉപയോഗിക്കുന്നത്? അതായത് വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് ഉണ്ടാകാം. ഇറ്റ് മേ ബി ഡസ്റ്റ്, ഡേർട്ട്, സൊമാറ്റിക് സെൽസ്, ല്യൂക്കോസൈറ്റ്സ്. അപ്പൊ ഇതുപോലെയുള്ള മൈക്രോസ്കോപ്പിക് ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഫ്രം ദ റോ മിൽക്ക്. അപ്പൊ ഇവിടെ ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. Here, centrifugal, it relies on centrifugal force to separate the heavier particles, okay, without altering the milk's nutritional composition law. Fat content lo oru വ്യത്യാസവും വരുത്താതെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്ലാരിഫിക്കേഷൻ മനസ്സിലായി, അതായത് മൈക്രോസ്കോപ്പിക് ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് മിൽക്ക് ഫോർട്ടിഫിക്കേഷൻ. അതും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്, മിൽക്ക് ഫോർട്ടിഫിക്കേഷൻ. അപ്പൊ ക്ലാരിഫിക്കേഷൻ, അടുത്തത് ക്ലാരിഫൈ ചെയ്തു. ഓക്കെ, അപ്പൊ ടേമിൽ തന്നെയുണ്ട് സ്റ്റാൻഡർഡൈസേഷൻ, സ്റ്റാൻഡേർഡ് ആക്കി അല്ലെ? ക്ലാരിഫൈ ചെയ്തു എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ. ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റത്തില് വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ ആഡ് ചെയ്ത് അതിന്റെ ആ ഒരു ന്യൂട്രീഷണൽ വാല്യൂ ബൂസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ മാൽന്യൂട്രീഷനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഫുഡ് ഐറ്റത്തിലെ ന്യൂട്രീഷണൽ വാല്യൂ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മിൽക്ക് ഫോർട്ടിഫിക്കേഷൻ. എനി ഫുഡിന്റെ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മിൽക്കിൽ ഇതുപോലെ വൈറ്റമിൻസും മിനറൽസും ഇപ്പം ഒരു കവർ പാലിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലുണ്ടാവും. എടുത്ത് നോക്കുക കേട്ടോ, അതിൽ ഫോർട്ടിഫൈഡ് വിത്ത് വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി. അപ്പൊ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിലുള്ള ന്യൂട്രീഷണൽ വാല്യൂ കൂട്ടാൻ വേണ്ടി നമ്മൾ വേറെ ന്യൂട്രിയൻസ്, അത് വൈറ്റമിൻസ് ആകാം, മിനറൽസ് ആകാം, ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇറ്റ് ഇസ് മിൽക്ക് ഫോർട്ടിഫിക്കേഷൻ. അപ്പൊ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് മിൽക്ക് മനസ്സിലായി, ക്ലാരിഫിക്കേഷൻ മനസ്സിലായി, ഫോർട്ടിഫിക്കേഷൻ മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം, ഹോമോജനൈസേഷൻ. എന്താണ് ഈ ഹോമോജനൈസേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ഈ ഗ്ലോബ്യൂൾസ് ഉണ്ടാവും അല്ലെ? ഫാറ്റ് മിൽക്കില് ഗ്ലോബ്യൂൾ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ വലിയ ഗ്ലോബ്യൂളിനെ യൂണിഫോം സൈസിലോട്ടാക്കി മാറ്റും. അപ്പൊ എന്താ ചെയ്യുക? കുറെ നേരം സ്റ്റോർ ചെയ്താലും ഇത് ഡെൻസിറ്റി ഡിഫറൻസിൽ മേളിലോട്ട് വന്ന് ക്രീം പോലെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഒഴിവാക്കാനായിട്ട് ഇതിനെ ചെറിയ ഒരുപോലെ യൂണിഫോം ആയിട്ട് മാറ്റും. ഓക്കെ, അപ്പൊ ഈ ഹോമോജനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഹോമോജനൈസറിലൂടെ മിൽക്കിനെ പാസ് ചെയ്ത് അങ്ങനെ ഈ ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ ഡിവൈഡ് ചെയ്ത് അതിന്റെ സൈസ് കുറയ്ക്കുന്നു അല്ലെ? യൂണിഫോം സൈസിലോട്ടാക്കി മാറ്റുന്നു. പിന്നെ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, അപ്പൊ അവിടെ ക്വസ്റ്റ്യൻ ഡെഫിനിഷനും നമുക്ക് ചോദിച്ചതാണ് ക്വസ്റ്റ്യൻ. അടുത്തൊരു ഡെഫിനിഷനും ചോദിച്ചിട്ടുണ്ട്, ഇതും ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് കേട്ടോ. ദ സൈസ് ഓഫ് ദ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഇൻ ഹോമോജനൈസ്ഡ് മിൽക്ക് ഈസ് എത്രയാണ്? 0.2 to 2 മൈക്രോമീറ്റർ.
ഇതും ചോദിച്ചതാണ് ക്വസ്റ്റ്യനിൽ, ഈ സൈസ് ചോദിച്ചതാണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 0.2 to 2 മൈക്രോമീറ്റർ. ഓക്കെ, പഠിച്ചു തുടങ്ങിയവർ വിചാരിക്കും ഞങ്ങളിപ്പോ പഠിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇപ്പൊ ഇതൊക്കെ നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക? ഇല്ല, നിങ്ങൾ പഠിച്ചു സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്താലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനുകൾ അതൊക്കെ കാണുക. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ആപ്റ്റ് ആണോ, നമ്മൾ പഠിക്കുന്ന കറക്റ്റ് രീതിയിൽ തന്നെയാണോ, നമ്മൾ പഠിക്കുന്നതിൽ നിന്ന് തന്നെയാണോ PSC ചോദിക്കുന്നത്, അല്ല നമ്മൾ വെറുതെ വാരി വലിച്ചു പഠിക്കുന്നതാണോ, ആവശ്യമുള്ളത് മാത്രം പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനുകളൊക്കെയാണ്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത കുറച്ച് ടോപ്പിക്കുകൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇതൊക്കെ ഇനിയിപ്പോ നിങ്ങളുടെ സിലബസ് കംപ്ലീഷന്റെ പാർട്ടായിട്ട് നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിലിരിക്കും, ഈ ഡെഫിനിഷന്റെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് പഠിച്ചതാണ്. അപ്പൊ നിങ്ങൾ അത് കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കും. ഓക്കെ, അപ്പൊ ഹോമോജനൈസേഷൻ പഠിക്കുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ നല്ല രീതിയിൽ പഠിക്കുക. അതുപോലെ തന്നെ ആ ഫാറ്റ് ഗ്ലോബ്യൂൾസിന്റെ സൈസ് പഠിക്കുക. അതായത് 0.2 to 2 മൈക്രോമീറ്റർ. ഓക്കെ, അടുത്തത് സ്റ്റെറിലൈസ്ഡ് മിൽക്ക്. ഓക്കെ, സ്റ്റെറിലൈസ്ഡ് മിൽക്ക്. ഈ സ്റ്റെറിലൈസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത് അതില് ഹയർ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത മിൽക്കാണ് കുറെ നേരത്തേക്ക്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നത്? കുറെ നാള് കേടുകൂടാതിരിക്കാം. ഒരു 7 ദിവസം വരെയൊക്കെ റൂം ടെമ്പറേച്ചറിൽ വെച്ചാലും ഈ സ്റ്റെറിലൈസ്ഡ് മിൽക്ക് ഒന്നും കേടാവത്തില്ല. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് സ്റ്റെറിലൈസ്ഡ് മിൽക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സാനിറ്റൈസേഷൻ. സാനിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അത് നമുക്കറിയാം അല്ലെ. സാനിറ്റൈസ് ചെയ്യാന്ന് പറയുന്നത് പത്തോജനിക് അസുഖം ഉണ്ടാക്കുന്ന ഓർഗാനിസത്തിനെയും അസുഖം ഉണ്ടാക്കാത്ത ഓർഗാനിസത്തിനെയും എല്ലാത്തിനെയും ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സാനിറ്റൈസേഷൻ എന്ന് പറയുന്നത്. കോവിഡ് വന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടാണ് മാസ്കും സാനിറ്റൈസറും ഒക്കെ. അപ്പൊ സാനിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ മൈക്രോ ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന പ്രോസസ്. ഇറ്റ്സ് ക്ലിയർ. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ് ബാക്ടോഫ്യൂഗേഷൻ. അതും ചോദിച്ചതാണ് കേട്ടെ, സ്ഥിരമായിട്ട് ചോദിച്ചതാണ്. ബാക്ടോഫ്യൂഗേഷൻ. അതിൽ നിന്ന് ഈ ഫ്യൂഗേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? യെസ്, അവിടെ സെൻട്രിഫ്യൂഗേഷൻ ഉണ്ട്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉപയോഗിച്ച് ബാക്ടീരിയനെ റിമൂവ് ചെയ്യുന്നു. അപ്പൊ ബാക്ടോഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് റിമൂവിംഗ് 99% ഓഫ് ബാക്ടീരിയ ഇൻ മിൽക്ക് ബൈ ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ക്ലിയർ ആണോ? യെസ്. അടുത്തത് പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് മിൽക്കിൽ പറയും നമ്മൾ. പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? 3 തരത്തിൽ ചെയ്യാം. LT, HT, UHT. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കും. അതായത് ഓരോ പാർട്ടിക്കിളിനെയും ഹീറ്റ് ചെയ്യുന്നത് വഴി പല ടെമ്പറേച്ചർ, പല ടൈമിൽ പല ടൈപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ ലോ ടെമ്പറേച്ചർ ലോങ് ടൈം എന്ന് പറയുന്നത് കുറച്ച് ടെമ്പറേച്ചർ 63 ഡിഗ്രി സെൽഷ്യസ്. അതായത് LT ലോ ടെമ്പറേച്ചർ കുറവാണ്, സമയവും ടെമ്പറേച്ചർ കുറവാണ് പക്ഷെ സമയം കൂടുതലാണ്, ലോങ് ടൈം, അരമണിക്കൂർ വേണം. അടുത്തത് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം. അതായത് ടെമ്പറേച്ചർ കൂടുതലാണ് പക്ഷെ സമയം കുറച്ച് മതി, 15 സെക്കൻഡ്. അടുത്തത് UHT, അതായത് കുറച്ച് നല്ല ഹൈ ടെമ്പറേച്ചർ വേണം. ഓക്കെ, അപ്പൊ 135 to 150 ഡിഗ്രി സെൽഷ്യസ് പക്ഷെ 1 മുതൽ 2 സെക്കൻഡ് വരെ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതുപോലെയുള്ള ടെമ്പറേച്ചറുകളിലും ഇതുപോലെയുള്ള വ്യത്യസ്ത ടൈം ലിമിറ്റിലും ഹീറ്റ് ചെയ്യുന്നത് വഴി ഓരോ പാർട്ടിക്കിളിനെയും ഹീറ്റ് ചെയ്യുകയാണ് അല്ലെ. അപ്പൊ അതിലൂടെ എന്താ സംഭവിക്കുന്നത്? യെസ്, അതിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെയും ഡിസീസ് കോസിംഗ് പത്തോജനിക് ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ഇങ്ങനെ ഹീറ്റ് ചെയ്തതിന് ശേഷം ഇത് ഏത് പ്രോസസ്സിൽ ഹീറ്റ് ചെയ്താലും അതിനുശേഷം മിൽക്കിനെ 5 ഡിഗ്രി സെൽഷ്യസിൽ കൂൾ ചെയ്യുന്നുണ്ട്. മിൽക്ക് ഈസ് കൂൾഡ് ടു 5 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ പാസ്ചറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ എന്താ സംഭവിച്ചത്? യെസ്, ഹിയർ ദ മിൽക്ക് ഈസ് ഹീറ്റഡ് ടു, ഓരോ ടൈപ്പിലും ഓരോ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തു, പ്രത്യേക ടൈം ലിമിറ്റിൽ ഹീറ്റ് ചെയ്തു. അതിനുശേഷം എന്താ ചെയ്തത്? ഇമ്മീഡിയറ്റ്ലി ഇറ്റ് ഇസ് കൂൾഡ് ടു 5 ഡിഗ്രി സെൽഷ്യസ് ഓർ 41 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, അടുത്തത് കൊയാഗുലേഷൻ. എന്താണ് കൊയാഗുലേഷൻ? യെസ്, അതായത് ഈ ലിക്വിഡ് മിൽക്ക് ഒരു സോളിഡ് ജെല്ല് പോലെയുള്ള ഈ കേർഡ് പോലെ ആയി മാറുന്നു. ഓക്കെ, അതെങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ പിരിയാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ മിൽക്ക് ഇങ്ങനെ കേർഡ് പോലെ ആവാനായിട്ട് ലെമൺ ജ്യൂസ് അല്ലെ, ലെമൺ ജ്യൂസ് ഒക്കെ ആഡ് ചെയ്ത് നോക്കും. അപ്പൊ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? pH കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ റെനറ്റ് പോലെയുള്ള എൻസൈം ആഡ് ചെയ്താലൊക്കെ എന്താ ചെയ്യുന്നത്? ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരും. ഓക്കെ, അപ്പൊ ഈ ഒരു കെസൈൻ എന്ന് പറയുന്ന പ്രോട്ടീനിനെ ഡീസ്റ്റെബിലൈസ് ചെയ്ത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ട് അവിടെ കൊയാഗുലേഷൻ നടക്കുക ചെയ്യുന്നത്. കൊയാഗുലേഷൻ ഓഫ് മിൽക്ക് എന്ന് പറയുന്ന പ്രോസസ്സ് ലിക്വിഡ് ആയിരിക്കുന്ന മിൽക്കിനെ ഒരു കേർഡ്, അതായത് സോളിഡ് ജെൽ ഫോമിലോട്ട് ആക്കുന്നതാണ്. ക്ലിയർ ആണോ? അടുത്തത് ഫെർമെന്റേഷൻ.
ഓക്കെ, അതൊരു നാച്ചുറൽ പ്രോസസ് ആണ്, കൺട്രോൾഡ് പ്രോസസ് ആണ്. അപ്പൊ ഇവിടെ സഹായിക്കുന്നത് മൈക്രോ ഓർഗാനിസംസ് ആണ്. അതായത് ഏതൊക്കെ മൈക്രോ ഓർഗാനിസംസ് ആണ് സഹായിക്കുന്നത്? ഫെർമെന്റേഷനും, നമുക്ക് ഫെർമെന്റഡ് മിൽക്ക് പ്രോഡക്ട്സ് പഠിക്കാനുണ്ട്. മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, അതിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, ഇപ്പൊ ഫെർമെന്റേഷൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കൺട്രോൾഡ് പ്രോസസ് ആണ്. അപ്പൊ ഇവിടെ മൈക്രോ ഓർഗാനിസംസ് ആയ ലാക്ടോബാസിലസ് ആയിക്കോട്ടെ, സ്ട്രെപ്റ്റോകോക്കസ് ആയിക്കോട്ടെ, എന്താ സംഭവിക്കുന്നത്? ഈ മിൽക്കിലെ കാർബോഹൈഡ്രേറ്റ് ഇല്ലേ, ലാക്ടോസ്, മിൽക്ക് ഷുഗർ, അതിനെ കൺസ്യൂം ചെയ്തിട്ട് ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റും. അപ്പൊ എന്താ സംഭവിക്കുക? ഒരു ആസിഡ് ആയിട്ട് മാറി. അപ്പൊ pH കുറഞ്ഞു. pH കുറയുന്നത് വഴി മിൽക്കില് ഒരു ടാൻജി ഫ്ലേവർ വന്നു. മിൽക്ക് എന്തായി മാറി? ആസിഡിറ്റി വരുമ്പോഴത്തേക്കും മിൽക്ക് കുറച്ചുകൂടെ കട്ടിയായി, ജെല്ലായി, കേർഡ് ഫോമിലായി അല്ലെ. അപ്പൊ ഇതിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ പറ്റി, കൂടുതൽ നാൾ കേടുകൂടാതെ ഇരിക്കും. അതുപോലെ തന്നെ ഹാംഫുൾ ബാക്ടീരിയയുടെ ഗ്രോത്തും പ്രിവെന്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ നല്ല ബാക്ടീരിയ ആണ് അല്ലെ. ഈ ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ ഹെൽപ്പോട് കൂടിയാണ് അവിടെ ഈ നാച്ചുറൽ പ്രോസസ്സ് നടന്നത്. അതായത് ലാക്ടോബാസിലസ് അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഈ ഒരു പ്രോസസ്സ് ഇവിടെ നടന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മളുടെ ഏതൊക്കെ ഡെഫിനിഷനാ പഠിച്ചത്? ഡെഫിനിഷൻസ് നമുക്ക് ഒന്നൊന്ന് നോക്കാം. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് മിൽക്ക്, അതായത് അഡ്ജസ്റ്റ് ചെയ്തു അല്ലെ, ഫാറ്റും SNF-ന്റെ ഒക്കെ പെർസെന്റേജ് ഒരു ഡിസൈർഡ് വാല്യൂലോട്ട്, ഒരു സ്റ്റാൻഡേർഡ് വാല്യൂലോട്ട് കൊണ്ടുവന്നതിനെ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞു. ക്ലാരിഫൈ ചെയ്തു, ഇമ്പ്യൂരിറ്റീസ് മാറ്റിയതിനെ ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞു. ആഡ് ചെയ്തു വൈറ്റമിൻസ്, മിനറൽസ്, അതിന്റെ ന്യൂട്രീഷണൽ വാല്യൂ കൂട്ടാൻ, അതിനെ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു. അടുത്തത് ഹോമോജനൈസേഷൻ, വലിയ ഫാറ്റ് ഗ്ലോബ്യൂൾസിനെയൊക്കെ ചെറുത് യൂണിഫോം പോലെ ആക്കി, ആ യൂണിഫോം സൈസിൽ, അതായത് 0.2 to 2 മൈക്രോമീറ്റർ. അപ്പൊ നമുക്ക് ക്രീം സെപ്പറേറ്റ് വരില്ല, ലോങ് ഡ്യൂറേഷനിൽ സ്റ്റോർ ചെയ്താലും. ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് അങ്ങനെ കുറെ നാൾ കേടുകൂടാതെ പുറത്ത് വരെ വെക്കാൻ പറ്റുന്ന രീതിയിലോട്ടായ മിൽക്കാണ് സ്റ്റെറിലൈസ്ഡ് മിൽക്ക്. സാനിറ്റൈസേഷൻ എന്ന് പറയുന്നത് പത്തോജനിക് ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന പ്രോസസ് ആണ്. ബാക്ടോഫ്യൂഗേഷൻ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉപയോഗിച്ച് ബാക്ടീരിയനെ റിമൂവ് ചെയ്ത പ്രോസസ് ആണ് ബാക്ടോഫ്യൂഗേഷൻ. അടുത്തത് പാസ്ചറൈസേഷൻ പറഞ്ഞു അല്ലെ. പാസ്ചറൈസേഷൻ എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, അതൊരു എന്താണ്? ഇറ്റ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് the pathogenic microorganisms are destroyed by heating the milk to a specific temperature in a specific time അല്ലെ, സ്പെസിഫിക് ടൈം പീരീഡ്. ഈ പാസ്ചറൈസേഷന് ശേഷം മിൽക്കിനെ ഇമ്മീഡിയറ്റ്ലി കൂൾ ചെയ്യുന്നുണ്ട് 5 ഡിഗ്രി സെൽഷ്യസിലോട്ട്. ഇനി പാസ്ചറൈസേഷൻ എന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പാസ്ചറൈസേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. സ്റ്റാൻഡേർഡ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എത്രയാണെന്നുള്ളത് 30,000 CFU/ml അത് പഠിക്കുന്നു. അടുത്തത് കൊയാഗുലേഷൻ ഓഫ് മിൽക്ക് എന്താണെന്ന്. മിൽക്ക് ഒരു സോളിഡ് ജെൽ ഫോമിലാവുന്നു. മിൽക്ക് ഫെർമെന്റേഷൻ, അത് നാച്ചുറൽ കൺട്രോൾഡ് പ്രോസസ്. ഏത് മൈക്രോ ഓർഗാനിസത്തിന്റെ സഹായത്തോടെ? ലാക്ടോബാസിലസ്, സ്ട്രെപ്റ്റോകോക്കസ് ഒക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻസ്ട്രുമെന്റിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. അതായത് പല ലിക്വിഡിന്റെയും റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ഹൈഡ്രോമീറ്റർ ആണ് കേട്ടോ. അപ്പൊ ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ലിക്വിഡിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി നോക്കാം. അപ്പൊ ഇവിടെ ഏത് പ്രിൻസിപ്പിളിലാണ് അത് വർക്ക് ചെയ്യുന്നത്? ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിലാണ്. അപ്പൊ അതുപോലെയുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഹൈഡ്രോമീറ്റർ മിൽക്കിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് ലാക്ടോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ലാക്ടോമീറ്റർ. ഓക്കെ, അപ്പൊ ഈ ലാക്ടോമീറ്റർ ഉപയോഗിച്ച് നമ്മൾ മിൽക്കിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി നോക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പ്യൂരിറ്റി ഓഫ് മിൽക്കും ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് എ ലാക്ടോമീറ്റർ. അപ്പൊ നമ്മൾ ഈ ഹൈഡ്രോമീറ്റർ, അതായത് ഈ ഡയറി ഇൻഡസ്ട്രിയിൽ ലാക്ടോമീറ്റർ എന്ന് പറയുന്നു, ഇത് ഉപയോഗിച്ച് മിൽക്കിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി നോക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? മിൽക്ക് പ്യുവർ ആണോ അതോ വാട്ടർ ഉപയോഗിച്ച് അഡൾട്ടറേറ്റഡ് ആണോ എന്ന് അറിയാൻ സാധിക്കുന്നു. അപ്പൊ ഹൈഡ്രോമീറ്റർ ആണ്. അതിൽ മിൽക്ക് ഡയറി ഇൻഡസ്ട്രിയിൽ നമ്മൾ സ്പെസിഫിക്കലി ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? വാട്ടർ ആഡ് ചെയ്ത് അഡൾട്ടറേറ്റഡ് ആണോ, ഇസ് ഇറ്റ് പ്യുവർ ആണോ അഡൾട്ടറേറ്റഡ് ആണോ എന്ന് അറിയാനായിട്ട് ഈ ഒരു ഹൈഡ്രോമീറ്റർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തതായിട്ട് അടുത്തൊരു അതാണ് ബ്യൂട്ടിറോമീറ്റർ. അതായത് ഈ ബ്യൂട്ടിറോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്, മിൽക്ക് ബ്യൂട്ടിറോമീറ്റർ, അതൊരു സ്പെഷ്യലൈസ്ഡ് ലബോറട്ടറി ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? യെസ്, ഫാറ്റ് കണ്ടന്റ് ഉണ്ടോ എന്ന് അറിയാനാണ്. മിൽക്ക് പ്രോഡക്ട്സിലും ഡയറി പ്രോഡക്ട്സിലും ഒക്കെ ഈ ഒരു ഫാറ്റ് കണ്ടന്റ് ഉണ്ടോ എന്ന് അറിയാനാണ്.
അപ്പൊ ഇവിടെ എന്ത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഗെർബർ മെത്തേഡ് ഉപയോഗിച്ചാണ് ഈ ഫാറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ ബ്യൂട്ടിറോമീറ്റർ ഫാറ്റ് കണ്ടന്റ് അറിയാന്, അല്ലെ. ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഡെൻസിറ്റി മെഷർ ചെയ്യുന്നു. അപ്പൊ അത് ലാക്ടോമീറ്റർ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഹൈഡ്രോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് പ്യൂരിറ്റി അറിയാൻ സാധിക്കും, അല്ലെ. ഓക്കെ, അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ മൊഡ്യൂൾ 1-ൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ നാഷണൽ മിൽക്ക് ഡേ, വേൾഡ് മിൽക്ക് ഡേ, ഓപ്പറേഷൻ ഫ്ലഡിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ മിൽക്ക് ഡേ നമ്മൾ ഇതിനു മുന്നേ ഉള്ള വെബിനാറിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. നാഷണൽ മിൽക്ക് ഡേ എന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്? യെസ്, ഇറ്റ് ഈസ് ഇൻ November 26. ഓക്കെ, അപ്പൊ നമ്മൾ ഡെഫിനിഷനുകൾ നോക്കി, ഇൻസ്ട്രുമെന്റ് അതായത് ലാക്ടോമീറ്റർ, ഹൈഡ്രോമീറ്ററിനെ പറ്റിയൊക്കെ നോക്കി, ബ്യൂട്ടിറോമീറ്റർ ഒക്കെ നോക്കി. അടുത്തതായിട്ട് നാഷണൽ മിൽക്ക് ഡേ November 26-നാണ്. എല്ലാ വർഷവും November 26-നാണ് ഇന്ത്യയിൽ ഈ നാഷണൽ മിൽക്ക് ഡേ ഒബ്സർവ് ചെയ്യുന്നത്. അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന വ്യക്തിയുടെ ബർത്ത് ആനിവേഴ്സറി ആണ്. ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന് പറയുന്ന വ്യക്തിയാണ് വൈറ്റ് റെവല്യൂഷന്റെ ഫാദർ, അല്ലെങ്കിൽ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ഒരു വൈറ്റ് റെവല്യൂഷൻ ബാച്ച് ആണ് ഡയറി ഫാം ഇൻസ്ട്രക്ടേഴ്സ് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നമ്മൾ PK ലേണിംഗ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് റാങ്ക് ലിസ്റ്റിൽ തന്നെ ഒരു റെവല്യൂഷൻ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. അപ്പൊ ഇതുപോലെ മിൽക്കിന്റെ വൈറ്റ് റെവല്യൂഷൻ, അല്ലെ, വൈറ്റ് റെവല്യൂഷന്റെ ഫാദർ ആയിരുന്നു ഡോക്ടർ വർഗീസ് കുര്യൻ. ഓക്കെ, അതുപോലെ തന്നെ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും ഇദ്ദേഹം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ ആനിവേഴ്സറിയുടെ അന്നാണ്, അതാണ് ഈ November 26. അപ്പൊ ഇദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറിയുടെ അന്നാണ് ഈ നാഷണൽ മിൽക്ക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു വ്യക്തിയുടെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഹീസ് നോൺ ആസ് ആർക്കിടെക്ട് ഓഫ് ഓപ്പറേഷൻ ഫ്ലഡ്. അതുപോലെ 1964-ൽ രാമൻ മാഗ്സസെ അവാർഡ്, അതുപോലെ 1989-ൽ വേൾഡ് ഫുഡ് പ്രൈസ്, 1999-ൽ പത്മവിഭൂഷൺ ഒക്കെ കിട്ടിയ ഒരു വ്യക്തിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഓർഡർ ഓഫ് അഗ്രികൾച്ചറൽ മെറിറ്റ് 1997-ൽ ഫ്രഞ്ച് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്. ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പറയുകയാണെങ്കിൽ ഐ ടു ഹാഡ് എ ഡ്രീം, അതുപോലെ ആൻ അൺഫിനിഷ്ഡ് ഡ്രീം, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ. അപ്പൊ ഇനി ഒരിക്കലും മറക്കരുത്, നാഷണൽ മിൽക്ക് ഡേ എന്നാണ് November 26. ഓക്കെ, അപ്പൊ നമുക്ക് വേൾഡ് മിൽക്ക് ഡേ നോക്കാം. നാഷണൽ മിൽക്ക് ഡേ നമ്മൾ എന്നാ പറഞ്ഞത്? ഇനി ഒരിക്കലും മറക്കില്ലല്ലോ, നാഷണൽ മിൽക്ക് ഡേ എന്ന് പറഞ്ഞത് November 26 ആയിരുന്നു. ഓക്കെ, അടുത്തതായിട്ട് വേൾഡ് മിൽക്ക് ഡേ. വേൾഡ് മിൽക്ക് ഡേ നമ്മൾ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? June 1-നാണ് വേൾഡ് മിൽക്ക് ഡേ. ഓക്കെ, അതായത് എല്ലാ വർഷവും 2001 മുതൽ എല്ലാ വർഷവും June 1-നാണ് വേൾഡ് മിൽക്ക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് ഡിക്ലെയർ ചെയ്തത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ, യുണൈറ്റഡ് നേഷൻസിന്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ആണ് ഈ ഒരു ഡേ June 1-ന് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ മിൽക്കിനെ ഒരു വൈറ്റൽ ഗ്ലോബൽ ഫുഡ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ തീം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഡേയ്സ് പഠിക്കുമ്പോൾ. 2025-ലെ തീം എന്തായിരുന്നു? യെസ്, ലെറ്റ് സെലിബ്രേറ്റ് ദ പവർ ഓഫ് ഡയറി എന്നായിരുന്നു. ഈ വർഷത്തെ 2026-ലെ തീം എന്ന് പറയുന്നത് സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ്. അപ്പൊ നാഷണൽ മിൽക്ക് ഡേ November 26, വേൾഡ് മിൽക്ക് ഡേ വരുന്നത് June 1-നാണ്. ക്ലിയർ ആണോ? ആരാ ഡിക്ലെയർ ചെയ്തത് വേൾഡ് മിൽക്ക് ഡേ? ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ആണ്. ഈ വർഷത്തെ തീം എന്താണ്? സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പാസ്ചറൈസേഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന്. പാസ്ചറൈസേഷനെ പറ്റി നോക്കാം. പാസ്ചറൈസേഷന്റെ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്, ഡെഫിനിഷന്റെ സൈഡിൽ നമ്മൾ പഠിച്ചു. അതായത് അതൊരു ഹീറ്റിംഗ് പ്രോസസ് ആണ്. ഹാംഫുൾ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്ത് സേഫ് ആക്കുന്ന ഒരു പ്രോസസ് ആണ്. മിൽക്കിനെ ഡ്രിങ്ക് ചെയ്യാൻ സേഫ് ആക്കുന്ന ഒരു പ്രോസസ് ആണ് ഈ പാസ്ചറൈസേഷൻ. 3 തരത്തിൽ പറയാം: LTLT, UHT, HTST. LTLT എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചർ ലോങ് ടൈം മെത്തേഡ്. ഓക്കെ, നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണേ. LTLTയുടെ മറ്റൊരു പേര് ബാച്ച് മെത്തേഡ് അല്ലെങ്കിൽ വാച്ച് മെത്തേഡ്. ഈ ഒരു പിക്ചറിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ വാരി വലിച്ചു പഠിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കി ആവശ്യമുള്ളത് മാത്രം പഠിക്കുന്നതിനെയാണ് സ്മാർട്ട് സ്റ്റഡി എന്ന് പറയുന്നത്, അല്ലെ? യെസ്, അപ്പൊ അവിടെയാണ് ബാക്കിയുള്ളവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമാവുന്നത്. അതായത് നമ്മൾ വാരി വലിച്ചു കുറെ ടോപ്പിക്കുകൾ പഠിക്കുന്നില്ല, എന്ന് വെച്ചാൽ സിലബസ് കംപ്ലീഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ പഠിക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്
പ്രയോറിറ്റി നോക്കിയിട്ടും ഒക്കെ തന്നെയാണ്. അതായത് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യും, പക്ഷേ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് റിവിഷനും അതുപോലെ ഇതുപോലെയുള്ള നമ്മൾ റാപ്പിഡ് റിവിഷൻ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിവിഷൻ എക്സാമുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു സ്റ്റഡി പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരായാലും ശരി, നിങ്ങളൊരു ഫിക്സഡ് ടൈം ടേബിൾ വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ LT എന്ന് പറയുന്നത്, അപ്പൊ ഇതുപോലെ പിക്ചറുകളുടെ സഹായത്തോടെ പഠിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും മറന്നുപോകില്ല. അപ്പൊ LT എന്ന് പറയുന്നത് 3 പേരുണ്ട് അതിന്, ബാച്ച് മെത്തേഡ്. അതുപോലെ HTSTയുടെ മറ്റൊരു പേരാണ് കണ്ടിന്യൂസ് ഫ്ലോ മെത്തേഡ് അല്ലെങ്കിൽ ഫ്ലാഷ് മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? ലോ ടെമ്പറേച്ചർ അല്ലെ, 63 ഡിഗ്രി സെൽഷ്യസ്, ലോങ് ടൈം അല്ലെ, അപ്പൊ 30 മിനിറ്റ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ എത്രയാണ് ഇമ്പോർട്ടന്റ് ആണ് ഈ ടെമ്പറേച്ചർ ഒക്കെ, 72 ഡിഗ്രി സെൽഷ്യസ് 15 സെക്കൻഡ്സ്. ഇനി അതിലും വലിയ ടെമ്പറേച്ചർ, അപ്പൊ എത്രയാ? 135 to 150 ഡിഗ്രി സെൽഷ്യസ് 1 to 2 സെക്കൻഡ്സ്. ഓക്കെ, അപ്പൊ ഈ 3 ഇത് പറഞ്ഞു അല്ലെ. ഇനി ഇത് കൂടാതെ ഈ പാസ്ചറൈസേഷൻ ഇത് ഏത് മെത്തേഡിൽ ചെയ്താലും അതിനുശേഷം 5 ഡിഗ്രി സെൽഷ്യസിൽ ഇമ്മീഡിയറ്റ്ലി കൂൾ ചെയ്യുന്നു. ഇനി പാസ്ചറൈസ് ചെയ്ത മിൽക്കിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ സ്റ്റാൻഡേർഡ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, അതായത് SPC, വെരി ഇമ്പോർട്ടന്റ്, അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. SPC എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആണ്. അത് എത്രയാവാം? മാക്സിമം, അതായത് മാക്സിമം 30,000 CFU per ml. എന്താണ് 30,000 CFU എന്ന് പറഞ്ഞാൽ കോളനി ഫോമിംഗ് യൂണിറ്റ് പെർ മില്ലി ലിറ്റർ. പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക്, അതായത് പ്രോസസ്സ് 3 തരത്തിൽ, LT or batch method or batch method, high HTST or continuous flow or flash method, UHT or ultra high temperature method. ഈ 3 മെത്തേഡ് ആയാലും ഏതായാലും അതിനുശേഷം 5 ഡിഗ്രി സെൽഷ്യസിൽ കൂൾ ചെയ്യുന്നു. പാസ്ചറൈസ് ചെയ്ത മിൽക്കിന്റെ സ്റ്റാൻഡേർഡ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറയുന്നത് മാക്സിമം 30,000 കോളനി ഫോമിംഗ് യൂണിറ്റ് പെർ ml ആണ്. അടുത്തത് മിൽമേന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. മിൽമേന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്, ഇതെല്ലാം മോഡ്യൂൾ 1 വരുന്നതാ. മോഡ്യൂൾ 1 2 മാർക്കിനാണ്, പക്ഷെ മോഡ്യൂൾ 1 എന്നാണ് ഈ നാഷണൽ മിൽക്ക് ഡേ, വേൾഡ് മിൽക്ക് ഡേ, ഓപ്പറേഷൻ ഫ്ലഡ്, KCMMF, അങ്ങനത്തെ NDDB, NDRI ഒക്കെ പഠിക്കാനുള്ളത്. അപ്പൊ KCMMF എന്ന് പറയുന്നത് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. അബ്രീവിയേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അബ്രീവിയേഷൻസ് മാത്രം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. KCMMF, കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. കേരളം കണി കണ്ടുണരുന്ന നന്മ അല്ലെ, ദ ഗുഡ്നെസ് ദാറ്റ് കേരള വേക്സ് അപ്പ് ടു. എപ്പോഴാ ഉണ്ടായെന്നറിയോ? 1980-ലാണ്. ഈ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ കീഴിൽ, ഓപ്പറേഷൻ ഫ്ലഡിനെ പറ്റി നമ്മൾ പഠിക്കും. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ കീഴിൽ 1980-ലാണ് വന്നത്. ഓക്കെ, നമ്മൾ അറിയപ്പെടുന്നത് മിൽമ എന്നാണ് അല്ലെ. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഓക്കെ, അപ്പൊ ഇതില് 3 ടയർ സിസ്റ്റം ആണ്. ആനന്ദ് പാറ്റേൺ എന്ന് പറയും. അതായത് ഒന്ന് പ്രൈമറി വില്ലേജ് കോപ്പറേറ്റീവ്സ്, അത് ആനന്ദ് മോഡൽ എന്ന് പറയുന്നത്. അടുത്തത് റീജിയണൽ മിൽക്ക് യൂണിയൻ, 3, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 3 ടയർ സിസ്റ്റം ആണ്, ക്വസ്റ്റ്യൻ വന്നതാണ് ഇതിൽ നിന്നൊക്കെ, അതാണ് ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പൊ 3 എണ്ണം ഉണ്ട്. ഒന്ന് പ്രൈമറി വില്ലേജ്, ഈ എല്ലാ ഗ്രാമങ്ങളിലുള്ള കോപ്പറേറ്റീവ്സ്. ഓക്കെ, ഇനിയുള്ളത് റീജിയണൽ മിൽക്ക് യൂണിയൻസ്, അത് 3 എണ്ണം ഉണ്ട്. റീജിയണൽ മിൽക്ക് യൂണിയൻ ഏതൊക്കെയാണ്? 3 എണ്ണം. ഒന്ന് തിരുവനന്തപുരത്തുള്ള TRCMPU, പിന്നെ എറണാകുളത്തുള്ള ERCMPU, പിന്നെ മലബാറിലുള്ള MRCMPU. ഇത് 3 എണ്ണമാണ് റീജിയണൽ മിൽക്ക് യൂണിയൻ. ഇനി സ്റ്റേറ്റ് ലെവലിൽ ഒരു അപ്പെക്സ് ഫെഡറേഷൻ ഉണ്ട്. അങ്ങനെ 3 ടയർ സിസ്റ്റം ആണ്. പ്രൈമറി നമ്മുടെ ഗ്രാമങ്ങളിലെ വില്ലേജ് കോപ്പറേറ്റീവ്സ്, പിന്നെ റീജിയണൽ മിൽക്ക് യൂണിയൻ, അത് തിരുവനന്തപുരത്തും എറണാകുളത്തും മലബാറിലുമാണ് ഉള്ളത്. മൂന്നാമത്തത് അപ്പെക്സ് ഫെഡറേഷൻ. ഓക്കെ അല്ലേ, അപ്പെക്സ് ഫെഡറേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു KCMMFന്റെ ഗോൾ എന്ന് പറയുന്നത് ഡയറി ഫാമേഴ്സിന്റെ സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് വളരെ ക്വാളിറ്റിയിലൂടെ ചെയ്യുന്നത് വഴി ഈ ഡയറി ഫാമേഴ്സിന്റെ പ്രോഗ്രസ് ആണ് ഉദ്ദേശിക്കുന്നത്. സോഷ്യോ ആൻഡ് സാമൂഹികമായും അതുപോലെ സാമ്പത്തികമായും അവരുടെ പ്രോഗ്രസിന് വേണ്ടിയാണ് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. വർഷം ചോദിച്ചിട്ടുണ്ട് 1980. ഇറ്റ് ഈസ് പോപ്പുലർലി കോൾഡ് മിൽമ. 3 ടയർ സിസ്റ്റം ഇമ്പോർട്ടന്റ് ആണ്. പ്രൈമറി, റീജിയണൽ മിൽക്ക് യൂണിയൻ TRCMPU, ERCMPU, MRCMPU, അപ്പെക്സ് ഫെഡറേഷൻ. ഓക്കെ, ഓപ്പറേഷൻ ഫ്ലഡ് നമ്മൾ വിട്ടുപോയല്ലോ. ഓപ്പറേഷൻ ഫ്ലഡിനെ പറ്റി പറയുകയാണെങ്കിൽ, ഓപ്പറേഷൻ ഫ്ലഡ് വന്ന വർഷം ഏതാ? ഇപ്പൊ KCMMF വന്ന വർഷം ഏതായിരുന്നു? 1980 അല്ലെ. കമന്റ് ചെയ്യൂ കേട്ടോ. അടുത്ത ഓപ്പറേഷൻ ഫ്ലഡ് വന്നത് എപ്പോഴാണ്? ജാനുവരി 13, 1970-ലാണ്.
അപ്പൊ ഈ ഓപ്പറേഷൻ ഫ്ലഡിനെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ വലിയ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയാം. അത് NDDB നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഒരു ലാൻഡ്മാർക്ക് പ്രോജക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്താണ്, എന്തിനാണ് ഇവരുടെ അല്ലെ ഈ ഒരു ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ വളരെ മിൽക്ക് ഡെഫിഷ്യന്റ് നേഷൻ ആയിരുന്നു. അതിൽ നിന്ന് ലോകത്തിലെ തന്നെ വലിയ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസർ ആക്കി മാറ്റിയത് ഈ ഒരു ഓപ്പറേഷൻ ഫ്ലഡ് ആണ്. അപ്പൊ ഇതൊരു 20 വർഷത്തെ എക്സ്പെരിമെന്റ് ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് ഈ ഒരു ഓപ്പറേഷൻ ഫ്ലഡ്. 13th January 1970 വന്നത്. ഓക്കെ, 3 ഫേസ് ആയിട്ടാണ്, അതും ക്വസ്റ്റ്യൻ വന്നതാണ്. ഇതിൽ നിന്ന് ഫേസ് 1ൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു PYQ, ഇത് ചോദിച്ചിരുന്നു PYQ. ഓക്കെ, അപ്പൊ ഫേസ് 1ന്റെ വർഷം 3 വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1970 മുതൽ 1980 വരെ. ഫേസ് 2 1981 മുതൽ 1985 വരെ. ഫേസ് 3 1985 മുതൽ 1996 വരെ. ഓക്കെ, ഫേസ് 1ന് ഫിനാൻസ് കിട്ടിയത് സ്കിംഡ് മിൽക്ക് പൗഡർ, ബട്ടർ ഓയിലിന്റെയും സെയിൽ വഴിയാണ്. ഇറ്റ് വാസ് ഡൊണേറ്റഡ് ബൈ, അതായിരുന്നു ക്വസ്റ്റ്യൻ, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി. ഏത് പ്രോഗ്രാമിലൂടെയാണ്? വേൾഡ് ഫുഡ് പ്രോഗ്രാമിലൂടെ ഇത് ക്വസ്റ്റ്യൻ വന്നതാണ്. അപ്പൊ ഇതൊന്നും വിട്ടുകളയാനില്ല. അപ്പൊ ഈ ഒരു നമുക്ക് കുറച്ച് ബോറിംഗ് ആയിട്ട് വരുന്നത് മിൽക്ക് പ്രോഡക്ട്സും Module 1 ആണ്. Module 1 നമ്മൾ ഇതുപോലത്തെ പിക്ചേഴ്സിന്റെ ഹെൽപ്പോട് കൂടി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരിക്കും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സിലബസ് അതേ ഓർഡറിലായിരിക്കില്ല നമ്മൾ പഠിക്കുന്നത്. കാരണം സിലബസ് വളരെ ഓർഡർ തെറ്റിയാണ് ഡയറി സയൻസിന്റെ സിലബസ് കൊടുത്തിരിക്കുന്നത്. ആദ്യം Module 1, പിന്നെ Module 1ൽ കുറച്ച് ഹിസ്റ്ററിയും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും, പിന്നെ ആദ്യം മിൽക്കിന്റെ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഏറ്റവും അവസാനത്തെ മോഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത്. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കി മിൽക്കിന്റെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റൂ. അപ്പൊ നമ്മൾ ഈ ഹോൾ സിലബസിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഒരു പുതിയൊരു ഓർഡറിലാക്കി, കാരണം കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുള്ളൂ അല്ലെ. നമ്മുടെ ടാർഗറ്റ് 20 മാർക്സ് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ ആ ഹോൾ സിലബസിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഏത് ഓർഡറിൽ പഠിക്കണം അതിനനുസരിച്ചായിരിക്കും. അപ്പൊ മിൽക്കിനെ പറ്റി ആദ്യം പഠിക്കുക. അപ്പൊ അതുപോലെ ബ്രീഡുകൾ നമ്മൾ ബഫല്ലോ ബ്രീഡ്, അതുപോലെ കാറ്റിൽ ബ്രീഡ്, ഗോട്ടൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ബ്രീഡുകളും നമ്മൾ കംപ്ലീറ്റ്ലി ബ്രീഡുകൾ മാത്രം പഠിച്ചുകൊണ്ടിരുന്നാലും വളരെ ഹെക്റ്റിക് ആണ്, അതുപോലെ പെട്ടെന്ന് മറന്നുപോവുകയും ചെയ്യും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബ്രീഡുകൾ പഠിച്ചു പോകും. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ നമ്മുടെ സ്റ്റഡീസ്, അത് ഡയറി സയൻസ് അതുപോലെയുള്ള ഓരോ സബ്ജക്ട്സും നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓപ്പറേഷൻ ഫ്ലഡിന്റെ വർഷം പഠിച്ചു. 3 ഫേസസ് ആണ്. ഫേസ് 1, ഫേസ് 2, ഫേസ് 3. ഫേസ് 1ൽ ഫിനാൻസ് ചെയ്തത് ബൈ ദ സെയിൽ ഓഫ് സ്കിംഡ് മിൽക്ക് പൗഡർ ആൻഡ് ബട്ടർ ഓയിൽ ഡൊണേറ്റഡ് ബൈ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ത്രൂ ദ വേൾഡ് ഫുഡ് പ്രോഗ്രാം. എന്തിനാ ഇത് വന്നത്? ഫ്ലഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ഒരു മിൽക്കിന്റെ പ്രൊഡക്ഷൻ കൂട്ടാനാണ്, ടു ഫോം എ ഫ്ലഡ് ഓഫ് മിൽക്ക് അല്ലെ. അതുപോലെ റൂറൽ ഇൻകം കൂട്ടാനായിട്ട്, കൺസ്യൂമേഴ്സിന് ഒരു റീസണബിൾ പ്രൈസിൽ സംഭവം കൊടുക്കണം. അപ്പൊ ഇത് എത്ര വർഷത്തെ എക്സ്പെരിമെന്റ് ആണ്? 20 years എക്സ്പെരിമെന്റ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഇയറിൽ ചോദിച്ചതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്സിലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്ത് പോവുക. അസേർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻസ് നോക്കുക. ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അറിയാം, ഓപ്പറേഷൻ ഫ്ലഡിൽ നിന്നൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഭാഗ്യത്തിന് ആ ക്വസ്റ്റ്യൻ റോങ് ആയിട്ട് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ അപ്പൊ ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നമ്മളൊരു ടോപ്പിക് പഠിക്കുമ്പോൾ ആ ടോപ്പിക്കിൽ നിന്ന് പരമാവധി ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് അത് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് NDDB NDRI. അതായത് NDDB എന്ന് പറയുന്നത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, PYQ ചോദിച്ചതാണ്. നാഷണൽ അബ്രീവിയേഷൻസും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. NDDB എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അബ്രീവിയേഷൻസ് മാത്രം ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഉണ്ടായ വർഷം 1965 ഓക്കെ. ഹെഡ് ക്വാർട്ടേഴ്സ് ആനന്ദ്, ഗുജറാത്ത്. ചെയർമാൻ ഡോക്ടർ മീനേഷ് സി ഷോ. ലാൻഡ്മാർക്ക് NDDBയുടെ ലാൻഡ്മാർക്ക് പ്രോജക്റ്റ് ആണ് ഓപ്പറേഷൻ ഫ്ലഡ്. NDDB ഡെവലപ്പ് ചെയ്തതാണ് ഇ ഗോപാല ആപ്പ് എന്ന് പറയുന്നത്. അതുപോലെ നാഷണൽ ഡയറി പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തു നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഉണ്ടായ വർഷം 1965. ഓക്കെ, അപ്പൊ 65 NDDB, 70 ഓപ്പറേഷൻ ഫ്ലഡ്, 80 KCMMF അല്ലെ. അടുത്ത 55 NDRI വന്നു. 55 NDRI. വാട്ട് ഈസ് NDRI? നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. NDRI വന്നത് 1955. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? NDDBയുടേത് ഗുജറാത്തിലാണ്, ആനന്ദ്. ഇത് ഹരിയാനയിലാണ്, കർണാൾ. ഡയറക്ടർ ആയിട്ട് പറയുന്നത് ഡോക്ടർ ധീർ സിംഗ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ICARന്റെ അണ്ടറിലാണ് NDRI ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഡീംഡ് യൂണിവേഴ്സിറ്റി. ഇസ് ഇറ്റ് ക്ലിയർ?
സോ NDDB എന്ന് പറഞ്ഞാൽ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്, NDRI എന്ന് പറഞ്ഞാൽ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നാഷണൽ മിൽക്ക് ഡേ പഠിച്ചു, November 26 വേൾഡ് മിൽക്ക് ഡേ June 1 പഠിച്ചു, ഓപ്പറേഷൻ ഫ്ലഡ് പഠിച്ചു, January 13, 1970, KCMMF മിൽമ 1980 പഠിച്ചു. അടുത്തത് NDDB പിന്നെയും പറയുന്നത് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ക്ലാസ്സിന്റെ കൂടെ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക, ലെക്ചർ നോട്ട്സ് ഒക്കെ എഴുതിയിട്ട്. എന്നിട്ട് പിറ്റേ ദിവസം പുതിയ എന്തെങ്കിലും പഠിക്കുന്നതിന് മുന്നേ ആദ്യം തലേന്ന് പഠിച്ചത് റിവൈസ് ചെയ്യുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നിട്ട് മാത്രം പുതിയത് പഠിക്കുക. പിന്നെ അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ആ ക്ലാസ്സിൽ നിന്നുള്ള പരമാവധി ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. നമ്മളൊക്കെ ക്ലാസ്സിന്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഡെയിലി എക്സാം ഉണ്ടാവും. നിങ്ങളും സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുക, അത് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എക്സാമുകൾ കറക്റ്റ് ആയിട്ട് എഴുതുക. എല്ലാ ദിവസവും പരീക്ഷകൾ പരമാവധി എത്രത്തോളം എക്സാം എഴുതുന്നോ, എത്രത്തോളം MCQs ചെയ്യുന്നോ, നിങ്ങൾ അത്രത്തോളം ട്രെയിൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ NDRI, NDDB ഓക്കെ, ക്ലിയർ അല്ലേ? 1955 ഏതാ NDRI, 65 NDDB. ഓക്കെ, പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വന്നത് ലാക്ടേഷൻ പീരീഡ്, ഡ്രൈ പീരീഡ്, ഈസ്ട്രസ് പീരീഡ് എന്നൊക്കെയാണ്. അതായത് ഒരു ഡയറി ആനിമല് ഒരു വർഷത്തില് മിൽക്ക് ഉണ്ടാക്കുന്ന ആ ഒരു സമയത്തിനെയാണ് ലാക്ടേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അത് എത്രയാണെന്നറിയോ? നമ്മൾ 365 ദിവസത്തിൽ ആകെ ഒരു 60 ദിവസമേ റെസ്റ്റ് ഉള്ളൂ. ബാക്കി 305 ഡേയ്സും ലാക്ടേഷൻ പീരീഡ് ആണ്. PYQ ചോദിച്ചതാണ്. ലാക്ടേഷൻ പീരീഡ് എന്ന് പറയുന്ന ഫേസിൽ ഡയറി ആനിമൽ ഈസ് പ്രൊഡ്യൂസിങ് എ മിൽക്ക്. ഓക്കെ, പ്രൊഡ്യൂസിങ് ദ മിൽക്ക്. സോ അത് എത്രയാണ്? 305 ഡേയ്സ് ആണ്. അടുത്തത് ഡ്രൈ പീരീഡ് എന്ന് പറയുന്നത് അവർക്ക് റെസ്റ്റ് പീരീഡ് ആണ്, ഒരു 60 ഡേയ്സ് റെസ്റ്റ് ആണ്. അടുത്ത കാൽവിംഗ് എന്ന് പറഞ്ഞാല് ദ പ്രോസസ് ബൈ വിച്ച് എ കാറ്റിൽ ഗിവ് ബർത്ത് ടു യങ് വൺ അല്ലെ, അതിനെയാണ് കാൽവിംഗ് എന്ന് പറയുന്നത്. ഗോട്ടിന്റെ കേസിൽ നമ്മൾ അത് എന്താ പറയാ? ഇതൊക്കെ നമ്മള് ടെർമിനോളജീസ് ഡിസ്കസ് ചെയ്തപ്പോ പഠിച്ചിരുന്നു അല്ലെ, കാൽവിംഗ്. അപ്പൊ ഈ അടുത്ത കാൽവിംഗിന് മുന്നേ ഒരു 60 ദിവസം റെസ്റ്റ് പീരീഡ് ആണ്. അതും ചോദിച്ചതാണ് PYQ. ഡ്രൈ പീരീഡ് എത്രയാണ്? ഡ്രൈ പീരീഡ് 60 ഡേയ്സ് ആണ് ഡ്രൈ പീരീഡ്. ലാക്ടേഷൻ പീരീഡ് 305 ഡേയ്സ് ആണ് ലാക്ടേഷൻ പീരീഡ്. ഓക്കെ, ഡ്രൈ പീരീഡ് റെസ്റ്റ് ആണ്. ഓക്കെ, അതിനുശേഷം ബ്രീഡിങ്, മീറ്റിംഗ്, ലാക്ടേറ്റിംഗ്, ഓക്കെ, മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു, അതിനുശേഷം കാൽവിംഗ് വരുന്നു. അപ്പൊ അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാൽവിംഗിന് ശേഷം ലാക്ടേഷൻ വരുന്നു, അത് പിന്നെ ബ്രീഡ് ചെയ്യുന്നു, ഡ്രൈ പീരീഡ്, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു ഈ സൈക്കിള്. അപ്പൊ നമുക്ക് ഡ്രൈ പീരീഡ് 60 ഡേയ്സ്, ലാക്ടേഷൻ പീരീഡ് 305 ഡേയ്സ്. അടുത്തത് ഈസ്ട്രസ് പീരീഡ് അല്ലെങ്കിൽ ഹീറ്റ് പീരീഡ്. അതായത് ഈ ഫീമെയിൽ ആയിട്ടുള്ളത് ആനിമല് ആ സമയത്ത് ഈസ്ട്രസ് പീരീഡ് അല്ലെങ്കിൽ ഹീറ്റ് പീരീഡിലാണ് മെയിലിനെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയം. ഓക്കെ, കോയിറ്റസിന് വേണ്ടി. അതിനെയാണ് സർവീസിംഗ് എന്ന് പറയുന്നത്. ഈ ആനിമൽസിലും ഈ മീറ്റിംഗ് നടക്കുന്നതിനെയാണ് സർവീസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ കൺസെപ്ഷൻ നടക്കുന്നു. അപ്പൊ ആ ഒരു പീരീഡിനെയാണ് ഈസ്ട്രസ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഡയറി കൗസിന് ഈസ്ട്രസ് സൈക്കിള് 17 ദിവസം മുതൽ 24 ദിവസം വരെ, നമുക്ക് 21 അതിനിടയിൽ പറയാം, 21 ദിവസം എന്ന് പറയാം. അപ്പൊ 4 ഫേസ് ആയിട്ടാണ്. ഈസ്ട്രസ് ഉണ്ട്, അതുപോലെ മെറ്റസ്ട്രസ്, ഡൈസ്ട്രസ്, പ്രോ ഈസ്ട്രസ്. അത്ര ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. ഈസ്ട്രസ് ഓർ ഹീറ്റ് പീരീഡ് എന്താണെന്ന് മനസ്സിലാക്കുക. ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്. ആവറേജ് ടൈം പീരീഡ് പറയുകയാണെങ്കിൽ 21 ദിവസം എന്ന് ആലോചിക്കാം. ഓക്കെ, 17 മുതൽ 24 ദിവസം വരെ പറയാം. ഓക്കെ, ഇതാണ് ഈസ്ട്രസ് സൈക്കിള് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡയറി സയൻസിൽ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു 10 ടോപ്പിക്കുകളാണ് പഠിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആണ്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ അടുത്ത എന്നാണെന്നുള്ളത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ജൂലൈ 1 ഒരു PYQ ലൈവ് ആയിരിക്കും ഉണ്ടാവുന്നത്. യൂട്യൂബിലായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ 3ാമത്തെ ലൈവ് സെഷൻ ആണ്. ഓക്കെ, മുന്നേ ഉള്ള ലൈവുകളൊക്കെ കാണാൻ ശ്രമിക്കുക. PYQ സെഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും നല്ല രീതിയിൽ വികറോടുകൂടി തന്നെ, വളരെ വാശിയോടുകൂടി തന്നെ പഠനം ആരംഭിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്തിരിക്കാതെ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം. അപ്പൊ നമ്മൾ ഡയറി സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി പറയുകയാണ്. നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരാണെങ്കിൽ റെഫറൻസ് ബുക്കുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒരു സോഴ്സിലൂടെ പഠിക്കരുത്. പഠിക്കുമ്പോൾ കറക്റ്റ് സോഴ്സിൽ നിന്ന് ആപ്റ്റ് ആയിട്ടുള്ള, വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നമ്മളൊക്കെ നോട്ട്സ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം വളരെ അതുകൊണ്ടാണ് റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിരുന്നത്. സുകുമാർ ഡേയുടെ ഔട്ട്ലൈൻസ് ഓഫ് ഡയറി ടെക്നോളജി വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. DHSCയുടെ ഡയറി ടെക്സ്റ്റ് ബുക്കുകൾ, അതുപോലെ ഡയറി പ്രോഡക്ട്സ് ടെക്നോളജി ഹാൻഡ് ബുക്ക്
ലഭിക്കും. പിന്നെ സൈറ്റുകൾ നോക്കുകയാണെങ്കിൽ NDDB-യുടെ ഒക്കെ കാര്യങ്ങൾ അതിൻ്റെതായ സൈറ്റിൽ തന്നെ നോക്കി കാര്യങ്ങൾ പഠിക്കുക കേട്ടോ. NDDB-യുടെ സൈറ്റിൽ കയറി അത് നോട്ട് ചെയ്ത് പഠിക്കുക. മിൽമയുടെ സൈറ്റിൽ കയറുക. FSSAIയുടെ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ കയറി വേണം അതിൽ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സിനെ പറ്റി പഠിക്കാനായിട്ട്. അപ്പൊ അതിൻ്റെതായ നമ്മൾ എവിടെ സോഴ്സ് വളരെ ഇമ്പോർട്ടൻറ്റ്. എന്തെങ്കിലും എവിടെന്നെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല. പഠിക്കുന്നത് കറക്റ്റ് സ്ഥലത്ത് നിന്ന് കറക്റ്റ് കാര്യങ്ങളായിരിക്കണം പഠിക്കേണ്ടത്. ഓക്കെ, ഇനി ആനിമൽ ന്യൂട്രീഷൻ ബുക്ക്ലെറ്റ് അവൈലബിൾ ആണ് NDDB തരുന്നത്. പിന്നെ ഡയറി ഫാമർ ഓൺടർപ്രന്യൂറിന്റെ ക്ലാസ് 11th 12th ടെക്സ്റ്റ് ബുക്കുകൾ. നമ്മുടെ സിലബസ് ഇതെല്ലാത്തിലുമായിട്ടാണ് കിടക്കുന്നത്. അതാണ് നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞുതരാൻ പറ്റാത്തത്. ഇനി ഡയറി സയൻസിൽ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ ബാക്കി കോഴ്സസിനെ പറ്റി ബാക്കി സബ്ജക്ട്സ് ആണെങ്കിൽ ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് NCERT-യുടെ ടെക്സ്റ്റ് ആണെന്ന് പറയാം 11th 12th. പക്ഷെ ഡയറി സയൻസിൽ അങ്ങനെ ഒരു ടെക്സ്റ്റ് ബുക്ക് പറയാനില്ല. അതുകൊണ്ടാണ് ഇത്രയും ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്താണ് നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളും ഇതുപോലെ ഈ ടെക്സ്റ്റ് ബുക്കുകളുടെയൊക്കെ PDF കളക്ട് ചെയ്ത് പഠിക്കുക. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ആരംഭിക്കുക. ഓക്കെ, അപ്പൊ നോട്ടിഫിക്കേഷൻ വെരി സൂൺ എന്തായാലും പെട്ടെന്ന് തന്നെ വരും. പിന്നെ നമ്മുടെ മുന്നിൽ ഇത്രയും സിലബസ് പഠിച്ചെടുത്താൽ മാത്രം പോരാ അല്ലെ. പഠിച്ചിട്ട് ഓടിപ്പോയി എക്സാം എഴുതിയാൽ പറ്റുമോ? എക്സാം എഴുതിയെന്ന് പറയാമെന്നല്ലാതെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. എക്സാം ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫുൾ കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം നമുക്ക് റിവൈസ് ചെയ്യണം. എത്രത്തോളം ടൈംസ് റിവൈസ് ചെയ്യുന്നു അത്രത്തോളം വെൽ പ്രിപ്പയർഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും. റിവിഷന്റെ കൂടെ മാക്സിമം എക്സാമുകൾ എഴുതണം. അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ലത് ഒരു വെൽ പ്രിപ്പയർഡ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത്, ഒരു സ്ട്രക്ചേർഡ് ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നത് തന്നെയായിരിക്കും. പിന്നെ നിങ്ങൾ ഉറപ്പിക്കഴിഞ്ഞാൽ മോട്ടിവേഷണൽ സെഷനിലൂടെ അതുപോലെ മെന്റേഴ്സിന്റെ സഹായത്തോടെ നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വരികയും, അതുപോലെ വേറൊരു കാര്യം ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് എറർ ലോഗ് നോട്ട്ബുക്ക്. അതായത് മിസ്റ്റേക്ക് നോട്ട്ബുക്ക്, എറർ ലോഗ് നോട്ട്ബുക്ക് എന്നാണ് അതിന് പറയുന്നത്. അതായത് നിങ്ങൾ എഴുതുന്ന എക്സാമുകൾ ഓക്കെ, ഇപ്പൊ ഡെയിലി എക്സാം ആയിക്കോട്ടെ, വീക്ക്ലി, മന്ത്ലി ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന തെറ്റുകൾ നിങ്ങൾ അതിൽ നോട്ട് ചെയ്യും. എന്ത് ടൈപ്പ് ഓഫ് മിസ്റ്റേക്ക് ആയിരുന്നു, നിങ്ങൾ ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്തു എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുന്നു. കാരണം മിസ്റ്റേക്കുകൾ ഒരു പ്രാവശ്യം പറ്റാൻ പാടുള്ളൂ അല്ലെ. ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുന്നതിലൂടെ ഇനി ഒരിക്കലും നമ്മുടെ ലൈഫിൽ ആ മിസ്റ്റേക്ക് പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ മിസ്റ്റേക്കുകൾ തിരുത്തി പഠിക്കുന്നത് വഴി നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നില്ല അല്ലെ. പിന്നെ നിങ്ങളുടെ മാർക്ക് ബൂസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും നിങ്ങൾക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു വൈറ്റ് റെവല്യൂഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. ജൂൺ 12th ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുകയാണ്. ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്ത് സ്റ്റഡീസ് ആരംഭിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഒരു യൂട്യൂബ് ലൈവിൽ കാണാം. ഇതുപോലെയുള്ള ഷുവർ ഷോട്ട് ടോപ്പിക്കിന്റെ നമ്മുടെ നെക്സ്റ്റ് പാർട്ട് വെബിനാർ ആയിട്ട് ആപ്പിലെ വെബിനാർ ആയിട്ടായിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുക. അപ്പൊ താങ്ക് യു.